എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ദേവേനയുടെ നയനയുടെ ഒക്കെ കള്ളത്തരങ്ങള് വസന്തന മുത്തശ്ശി കാണുന്നുണ്ട്. ഇത് കണ്ടപ്പോ മുത്തശ്ശിയുടെ ഉള്ളിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായി. മുത്തശ്ശി അത് ദേവേനയുടെ നയനയോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ദേവേനി പതുക്കെ ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്. പക്ഷെങ്കില് നയനയെ പിടികൂടിയിട്ട് അവസാനം വസന്തര മുത്തശ്ശി ചോദിച്ചു, സത്യം പറ മോളെ, എനിക്ക് തോന്നുന്നേ അവള് മിക്കവാറും അറിഞ്ഞിട്ടുണ്ടായിരിക്കുന്നാ തോന്നേ, മോളാണ് അവൾക്ക് കരള് പകുത്തു കൊടുത്തെന്നുള്ള സത്യം. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി എന്ന് പറയാം. അതിന്റെ മോൾ അങ്ങനെ പറയാൻ കാരണം, അങ്ങനെ ഉണ്ടെങ്കിൽ അമ്മ എന്നോട് ദേഷ്യമല്ലേ കാണിക്കണ്ടേ? എന്നോട് ദേഷ്യമൊന്നും കാണിച്ചിട്ടില്ലല്ലോ. എന്നോട് ഇപ്പം പണ്ടത്തെ പോലെ ഇത്തിരി സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടെന്ന് പറയാം. അതാ ഞാൻ പറഞ്ഞതെന്ന് പറയാം. അല്ല, കരള് ഭാഗത്ത് നൽകിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ മിക്കവാറും എന്നെ ഒഴിവാക്കി നിർത്താനാ ശ്രമിക്കുന്നത്. കാരണം എന്റെ കരള അമ്മയ്ക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പിന്നെ സഹിക്കുമെന്ന് ചോദിക്കുക. ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറയാം. മോളോട് ഈ ഇടയായിട്ട് ഇത്തിരി സ്നേഹം കൂട്ടിട്ട് ഞാനാ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നും ഇല്ല മുത്തശ്ശി, എപ്പോഴും പോലെ. പിന്നെ ആദർശേണ്ട വേണ്ടിയിട്ടാ ഓരോ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരുന്നേ. ആദർശേണ്ട അമ്മയോട് പിണങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ടാ. ആദർശേണ്ടെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അത്രമാത്രം ജീവനല്ലേന്ന് ചോദിക്കും. എന്ത് തന്നെയാണെങ്കിലും കുഴപ്പമില്ല, സന്തോഷം വരെ കാര്യമല്ലേ മോളെ. ഇങ്ങനെയൊക്കെ ഒരു പക്ഷേങ്കിൽ ദേവേനെ മനസ്സറിഞ്ഞ് ചെയ്യുന്നതാണെങ്കിൽ അതെന്ത് രസമായിരിക്കും. മോൾ ആഗ്രഹിക്കുന്നില്ലെന്ന് ചോദിക്കാം. ഉണ്ട് മുത്തശ്ശി, ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അമ്മയിലൊരു മാറ്റം. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, പാവ ആദർശ് അവനാണെങ്കിൽ മല ചവിട്ടുന്ന സമയത്ത് പ്രാർത്ഥന മോളും മോളുടെ അമ്മായിമ്മയും തമ്മിൽ ഒന്നിക്കണം എന്നുള്ളായിരുന്നു. പിന്നീട് മുത്തശ്ശിന്റെ അസുഖങ്ങളൊക്കെ ഭേദമാണെന്നുള്ള അയ്യപ്പസ്വാമി കൈവിടില്ലെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിചാരിക്കണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, അത് ശരിയാ മുത്തശ്ശി, അയ്യപ്പസ്വാമി കൈവിടില്ല, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. പിന്നീട് മുത്തശ്ശി ആലോചിച്ചു, ചിലപ്പോൾ തനിക്ക് തോന്നിയതായിരിക്കും. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ചിരിച്ച് കളിച്ചെല്ലാം നിൽക്കുന്നുണ്ടേ. തന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ ദേഷ്യപ്പെടുവാണോ ചെയ്തേ. ഇനിയിപ്പൊ തന്റെ പ്രായമൊക്കെ ആയില്ലേ, തന്റെ കണ്ണിന്റെ കാഴ്ചശക്തി കുറവായതുകൊണ്ട് തനിക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ആ സമയം നയനെ ഓർത്തു, ദൈവമേ, നൂലിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. എങ്ങാനും അടുത്ത് വന്നതിന് ശേഷം തങ്ങളുടെ സംസാരം കൂടെ കേട്ടായിരുന്നെങ്കിൽ മുത്തശ്ശിക്ക് കാര്യങ്ങളൊക്കെ പിടികെട്ടിയനും. ഇപ്പൊ തൽക്കാലത്തേക്ക് ആരും അറിയണ്ട, കുറച്ചു നാൾ ഇങ്ങനെ പോട്ടെ എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പൊ ആദർശന്റെ ഒക്കെ അടുത്ത് എത്രമാത്രം അഭിനയിച്ചാലാ എന്ന് പോലും അറിയില്ല. പിന്നീട് നയനയും കൂടി എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി ചായയൊക്കെ എടുത്തു വെച്ചു. പിന്നീട് ചായ എടുത്തിട്ട് നയനയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞ് കുടിക്കാൻ പറയാണ്. നയന പറഞ്ഞു, വേണ്ടമ്മ, ഞാൻ അടുക്കള വന്ന് എടുത്ത് കുടിക്കുമായിരുന്നല്ലോ, അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവിടെ ആരും ഇല്ലല്ലോ, ആരെ കൊണ്ട തന്നെന്നും ആർക്കും അറിയാനും പോകുന്നില്ല, അതുകൊണ്ട് കുടിക്കാൻ പറയണം. പിന്നീട് ദേവേനി പറഞ്ഞു, അതെ നമുക്ക് നടക്കാൻ പോയല്ലോ എന്ന് ചോദിക്കണം. നടക്കാനാ? അതെ, ഇവിടെ എന്നിട്ടുണ്ടെങ്കിൽ സ്വസ്ഥത സമാധാനത്തോട് സംസാരിക്കാൻ പോലും പറ്റില്ല. പുറത്തു പോവാണെങ്കിൽ കുഴപ്പമില്ല, പുറത്തു പോകാനും നമുക്ക് നടക്കുകയും ചെയ്യാം, നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. ആരും നമ്മളെ പുറകെ പിന്തുടർന്ന് വരാനും പോകുന്നില്ലല്ലോ എന്ന് പറയാം. അത് ശരിയാണല്ലോ, നല്ല ഒരു ഐഡിയ ആണല്ലോ എന്ന് എനിക്കും തോന്നുന്നുണ്ട്. അന്ന് ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ നമുക്ക് രാവിലെ നടക്കാൻ പോകാന്ന് പറയാണ്. ശരി, അന്നാ സമ്മതിച്ചു തന്നിരിക്കുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല മോൾക്കല്ലേ? കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയണം. നയന പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഈയിടെയായിട്ട് എനിക്ക് ഇച്ചിരി തടി കൂടിയിട്ടുണ്ടോ സംശയമുണ്ട്. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, തടിയൊന്നും കൂടിയിട്ടൊന്നുമില്ല, ആവശ്യത്തിനുള്ള വണ്ണമുള്ളൂ മോൾക്കെന്ന് പറയാം. അല്ല, ഇനിയിപ്പോൾ ആദർശേട്ടൻ അങ്ങനെ നടക്കാൻ വരുമോ? അങ്ങനെ വരാൻ വഴിയില്ല, അവൻ കുറച്ച് ദിവസമായിട്ട് നടക്കാനൊന്നും പോകുന്നില്ല. ഇല്ല, ആദർശേട്ടൻ കുറച്ച് ദിവസമായിട്ടൊന്നും പോകുന്നില്ല എന്ന് പറയാം. എന്നാ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ, നമുക്ക് പോകാന്നൊക്കെ പറയണം. ആ സമയമാണെങ്കിൽ അബിയാണെ ആകെപ്പാ ടെൻഷനിലിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദൈവമേ, അനങ്കി എങ്ങാനും ഇനിയിപ്പോ വന്നെങ്കിലോ, തന്റെ കാര്യത്തിലൊരു തീരുമാനമോ, തന്റെ ചീട്ട് കീറും. ഇനിയിപ്പോ എന്ത് ചെയ്യും? വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ പുറത്താവും. അമ്മയ്ക്ക് പോലും അറിയത്തില്ല, അമ്മയൊക്കെ തന്നെ ഒഴിവാക്കി വിടത്തുള്ളൂ. ഈ കുടുംബത്തിൽ നിന്ന് പുറത്തായി പിന്നെ എങ്ങനെ ജീവിക്കും? അവളും കുഞ്ഞും എങ്ങാനും വന്ന് സത്യാഗ്രഹം ഇരുന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. അനന്തപുരി തറവാന്റെ മാനവും പോവും, അതോടൊപ്പം തന്നെ താൻ പുറത്തു പോകാൻ ചെയ്യും. അതിനേക്കാൾ ഉപരി ഇവളുടെ വയറ്റിൽ ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്. ഇനിയിപ്പോ ഇവളെങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നേ? ഇവളെ ഇവിടെ നിർത്തും, തന്നെ പുറത്താക്കത്തുള്ളൂ. ഇവള് തന്നോട് ക്ഷമിക്കുമെന്നും തോന്നുന്നില്ല. ദൈവമേ, എന്തേലും ഒരു പോംവഴി അതിനു മുമ്പ് കണ്ടെത്തണം എന്നൊക്കെ കരുതിയിട്ട് അബി എന്ത് ചെയ്യുവാണ്? അബി പോയിട്ട് അനഘനെ വിളിക്കുന്നുണ്ട്. അനഘനെ വിളിച്ചു കഴിഞ്ഞിട്ടാണ് അനഘ കോൾ എടുത്തില്ല. ദൈവം, ഇത് എന്താ ഇവിടെ കോൾ എടുക്കാത്തെ? ഒന്ന് തിരിച്ചു വിളിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തേലും പറഞ്ഞ് അവിടെ ഒന്ന് ഒഴിവാക്കി വിടാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമാണെന്നൊക്കെ അബി ചിന്തിക്കുന്നുണ്ട്. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോൾ അനഘ തിരിച്ചു വിളിക്കുകയാണ്. അനഘ തിരിച്ചു വിളിച്ചിട്ട് എന്താ അബി കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അബി പറഞ്ഞു, അത് പിന്നെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരണമെന്ന് എനിക്കൊരു താല്പര്യമില്ല. നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം, ഞാൻ അങ്ങോട്ടേക്ക് അയച്ചു തരാമെന്ന് പറയാം. ഇത് കേട്ടതും അനഘ പറഞ്ഞു, എനിക്ക് പണമൊന്നും വേണ്ട, എനിക്ക് എൻ്റെ കുഞ്ഞിന്റെ അച്ഛനെയാ വേണ്ടേന്ന് പറയാണ്. അറിയാലോ, എനിക്ക് അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ കൊണ്ട് അവിടെ ഒന്നും ജീവിക്കാണ്ട് പറ്റില്ല. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ചോദ്യത്തിന് മുന്നിൽ എനിക്ക് തലകുനിച്ച് നിൽക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അതൊരു കാരണവശാലും പാടില്ല. എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കുഞ്ഞിനെ അച്ഛനെ വേണമെന്ന് പറയാം. ഇത് കേട്ടത് അഭി പറഞ്ഞു, അതൊന്നും നടക്കുന്ന കാര്യമല്ല അനഘേ. എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ. ദേ വെറുതെ അനാവശ്യം പറയണ്ട, നീ കള്ളത്തരം പറയണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അനഘ കോള് കട്ട് ചെയ്യണം. ഒരു കാര്യം ഉറപ്പായി, തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനിയിപ്പോ ഈ ഊരാക്കുടുക്കിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലും തന്ത്രം ഒപ്പിച്ചാൽ മതിയാവുള്ളൂ. ആർക്കെങ്കിലും കുറച്ച് പണം കൊടുത്തിട്ട് അവള് വന്ന വഴി തന്നെ അവളെ ഓടിക്കാനുള്ള വഴി നോക്കണം. അല്ലെങ്കിൽ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്നൊക്കെ ഓർത്തിട്ട് അഭി അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് പതിവ് പോലെ തന്നെ എല്ലാവരും ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് നയനെ പിടിച്ച് ദേവേനെ അവിടെ ഫുഡ് കഴിക്കാൻ ഇരുത്താണ്ട് ഇരുത്തുവാണ്. ഈ സമയം അങ്ങോട്ടേക്ക് മുത്തശ്ശി വന്നു ഇപ്പൊ നയനെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. ദേവേനെ വിളമ്പി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. മുത്തശ്ശി അത് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ മുത്തശ്ശി ചോദിക്കാനൊന്നും പോയില്ല. അപ്പോഴേക്കും അനാമിക എല്ലാവരും കൂടെ വന്നു. അനാമിക അവരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ അങ്ങോട്ടേക്ക് മാറുവാണ്. അങ്ങോട്ട് മാറിയിരുന്നു. പിന്നീട് നയനെ വേണേ തന്നെ എടുത്ത് കഴിക്കട്ടെ എന്നുള്ള മട്ടില്. കാരണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ജലജയ്ക്കും ജാനകിക്കും ഒക്കെ സംശയം തോന്നുമല്ലോ. അതുകൊണ്ട് ദേവേനെ അങ്ങോട്ടേക്ക് മാറിയിരിക്കുകയാണ്. ആ സമയം ജലജ വന്നിട്ട് പറഞ്ഞു, നേരത്തെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുത്തോണ്ടിരുന്ന ഫുഡ് കഴിച്ചിരുന്നുള്ള ഇപ്പോഴവളൊക്കെ ആദ്യം വന്ന് കയറി ഇരിക്കണമെന്ന് പറയാണ്. അത് കേട്ടോ മുത്തശ്ശി പറഞ്ഞു, അതിനെന്താ കുഴപ്പമിരിക്കണേ? നീ ഫുഡ് കഴിക്കാൻ വന്നിരുന്നല്ലേ, നിനക്ക് കഴിച്ചിട്ട് പോയാൽ പോരെ ജലജയെന്ന് ചോദിക്കാം. പിന്നെ ഞാനിവിടെ പറയുന്ന കുറ്റം ഞാനുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞെന്ന് പറയും. ഇത് കേട്ടതും ജാനകി പറഞ്ഞു, പണ്ടത്തെ രീതികളൊക്കെ മാറിയില്ലേ, ഭരണപരിഷ്കാരങ്ങളൊക്കെ മാറിയില്ലേ, ഇപ്പൊ അടുക്കള കയറണ്ട, എന്താ സുഖം, കമ്പനിയിലേക്കാന്ന് പറഞ്ഞ് പോവുക, വൈകുന്നേരം തിരിച്ചു വരിക, കൈ കഴുകി ഇരുന്നാൽ മാത്രം പോരെ, ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ അടുക്കളയിൽ ആളുണ്ടല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ദേവയാനി പറഞ്ഞു, അതെ ഞാൻ അടുക്കള ജോലി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും കുഴപ്പമുണ്ടാവും, എനിക്കൊരു പ്രശ്നവുമില്ല. ഇനി അല്ലെങ്കിൽ തന്നെ ഞാൻ വെറുതെ വീട്ടിൽ ഇരിക്കുമല്ലേ, അതുകൊണ്ട് എന്താ ഗുണമിരിക്കുന്നത്? ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ കയറി ജോലി ചെയ്യുവാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ആരോഗ്യം കാത്ത് സംരക്ഷിക്കാനായിട്ട് പറ്റും. ഇവിടെ വീട്ടിൽ നിന്ന് വെറുതെ മുഷിയുന്നേക്കാളും ഭേദമല്ലേന്ന് ചോദിക്കും. പിന്നെ നിങ്ങളോട് ആരും ഞാൻ അടുക്കളയിൽ കയറാനായിട്ട് നിർബന്ധപൂർവ്വം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്നെ സഹായിക്കാനായിട്ട് മീനാക്ഷിയുണ്ട്, അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു പേടിയുണ്ട്. ഇനിയിപ്പോൾ അതിന്റെ പേരും പറഞ്ഞ് ഇവിടെ ഡൈനിങ് ടേബിളിൽ ഒരു പ്രശ്നം വേണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ദേവേനെ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ്, അവനവന് പറ്റുന്ന പോലെ എല്ലാവരും സഹായിച്ചു കൊടുക്കണം, അല്ലാതെ ഒരാൾ തന്നെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യം ശരിയാണോ? ദേവേനിക്കാണെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് ഇത്ര നാളുകളല്ലേ ആയിട്ടുള്ളൂ എന്നൊക്കെ മുത്തശ്ശിയും പറയാം. അത് കേട്ടപ്പം ജാനകിക്കും ജലജയ്ക്കും കൂടി ഇഷ്ടപ്പെട്ടില്ല. ജലജ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ എടുത്തി അടുക്കളയിൽ കയറുന്നേ? എടുത്തി അടുക്കളയിൽ കയറേണ്ട കാര്യമില്ലല്ലോ, അവളെ അങ്ങോട്ട് കയറ്റാലോ. ഇത്ര നാളും നയനയായിരുന്നല്ലോ അടുക്കളയിൽ കയറി ഉണ്ടായിക്കൊണ്ടിരുന്നേ, പിന്നെ ഇപ്പൊ എന്താ കുഴപ്പമെന്ന് ചോദിക്കാം. അത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു, അതെ ഞാൻ തന്നെ അവളോട് കയറേണ്ടതെന്ന് പറഞ്ഞ്, അതിനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അവൾ കയറിയിട്ടാണ് എനിക്ക് വീട്ടിൽ നിന്ന് പോലും ഫുഡ് കഴിക്കാൻ പറ്റില്ല, നാളെ എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല, അതുകൊണ്ടാന്ന് പറയാണ്. അനാമിക പറഞ്ഞു, വല്യമ്മ ആ പറഞ്ഞ കാര്യം ശരിയാന്ന് പറയാണ്. അവൾ അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഈ അടുക്കളയിൽ നിന്ന് ഒരു ആഹാരം പോലും ഞാൻ കഴിക്കില്ല. അവൾ മിക്കാറും വല്ല വിഷവും കലക്കി തരും, വല്യമ്മയ്ക്ക് തന്നപോലെ ഇനി കലക്കി തരുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, മോളെ അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല നയനെന്ന് പറയാം. അതൊക്കെ മുത്തശ്ശിക്ക് പറയാം, പക്ഷെ എനിക്ക് എൻ്റെ ജീവൻ നോക്കിയല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ്. എന്നിട്ട് ഫുഡും കഴിച്ചിട്ട് അങ്ങ് എഴുന്നേറ്റ് പോവാണ്. ആ സമയം നയനയെ നോക്കി ദേവേനി, നയനയുടെ മുഖത്ത് സങ്കടം കണ്ടു. പിന്നീട് ദേവേനി ചെറിയൊരു പുഞ്ചിരി വരുത്തി, കുഴപ്പമില്ല സാരമില്ല വിഷമിക്കണ്ട എന്നുള്ള രീതിയിൽ കാണിക്കുകയാണ്. പിന്നീട് പിറ്റേ ദിവസമായി. അതിന് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും നയന രാവിലെ നടക്കാൻ പോയിട്ട് റെഡിയാവണം. ആ സമയത്ത് ആദർശ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ദേവേനി ദേവേനി ആദ്യം നടക്കാനായിട്ട് അങ്ങ് പോയി. അപ്പോഴേക്കും മുത്തശ്ശി ഇത് കണ്ടു. മുത്തശ്ശി ചോദിച്ചു, അല്ല ദേവേനി നീ ഇതെങ്ങോട്ടാന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അമ്മേ കുറച്ച് ദിവസം ആയില്ലേ പുറത്തൂടെ നടക്കാനൊക്കെ പോയിട്ട്, പിന്നെ ഇപ്പൊ ഈയിടെയായിട്ട് സർജറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നടക്കാൻ പോക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇനി അതൊക്കെ ഒന്ന് നോക്കണം, ആരോഗ്യത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധയൊക്കെ വേണമെന്ന് പറയണം. ഓ അതല്ലേ, എന്നാ പോയിട്ട് വരാൻ പറയണം. അല്ല നീ തന്നെയാണോ? ആദർശനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ മേലായിരുന്നോ? അവൻ നടക്കാൻ പോകുന്നല്ലേ നിൽക്കൂ. ഓ ഇനിയിപ്പൊ അവനാണെങ്കിൽ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വരണ്ടേ, പിന്നെ അവന് ഈയിടെയായിട്ട് മടിയാന്ന് തോന്നേ, അതുകൊണ്ടാ വിളിക്കാത്ത അമ്മേന്ന്, ഞാൻ പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞങ്ങോട്ട് പോവാണ്. ദേവേനി പോയ ഇച്ചിരി കഴിയുമ്പത്തേനും നയനയും കൂടെ ഇറങ്ങുവാണ്. അപ്പൊ മുത്തശ്ശി കൊടുത്ത് ദേവേനി ഇങ്ങോട്ട് പോയതുള്ളൂ. പിന്നീട് നയനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു, അത് മുത്തശ്ശി ഞാൻ നടക്കാൻ പോവാന്ന് പറയണ. മോള് നടക്കാനോ? മോള് നടക്കാൻ അങ്ങനെ പോവാറുള്ളതല്ലോ. അത് പിന്നെ ഇപ്പോഴെനിക്ക് തോന്നി നടക്കാൻ പോണെന്ന്, ഇച്ചിരി വണ്ണമൊക്കെ കൂടിയിട്ടുണ്ട്. എന്നാ പിന്നെ തന്നെ പോണ്ടല്ലോ, അവനെയും കൂടെ വിളിച്ച് അമ്മ വരത്തില്ലേ ആദർശ്. ആദർശാടൻ കിടന്നുറങ്ങുക, പാവ ക്ഷീണമുണ്ട്, കിടന്നുറങ്ങട്ടെ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഓഹോ അപ്പൊ അമ്മായിമ്മ മരുമോളും കൂടെ പോയിട്ടുണ്ട്. അമ്മായിമ്മ ആദ്യം പോയി, മരുമോള് പുറകെ പോയി. ഇതെന്തായിരിക്കും പോലും, തങ്ങളെ ഇനി പറ്റിക്കുവാണോ രണ്ടുപേരും കൂടി എന്നൊരു ചിന്ത ഉണ്ടാവുന്നുണ്ട്. പിന്നീട് മുത്തശ്ശി നേരെ ആദർശിന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. ചെന്നിപ്പോ ആദർശം നല്ല ഉറക്കമാണ്. പിന്നീട് ആദർശിനെ വിളിച്ചിട്ട് മുത്തശ്ശി ഇങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ ആദർശി, എന്താ മുത്തശ്ശി എന്താ കാര്യം ചോദിക്കാം. അല്ല നീ ഇതെന്താ ഇത്രയും താമസിക്കുന്നേ? അത് പിന്നെ ഇന്നലെ കുറച്ച് ലേറ്റ് ആയിട്ടാ കിടന്ന മുത്തശ്ശി, അതാന്ന് പറയാണ്. അല്ല
എന്തിയെ നയന എന്തിയെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും അവള് ചായയായിട്ട് വരുന്ന നയനെ കണ്ടില്ലല്ലോ. ഇത് കേട്ടപ്പത്തിന് മുത്തശ്ശി പറഞ്ഞു, നടക്കാൻ പോയെന്ന് പറയണ. നടക്കാനാ? അതെ. നയന മാത്രമല്ല, നിന്റെ അമ്മയും പോയിട്ടുണ്ടെന്ന് പറയണ. അമ്മയോ? അതെ. നിന്റെ അമ്മ ആദ്യം പോയി, പുറകെ മരുമോളും പോയിട്ടുണ്ടെന്ന് പറയാ. അല്ല നീ എന്താ പോവാത്തെ? ഓ എനിക്ക് പോവാൻ തോന്നിയില്ലെന്ന് പറയാ. അല്ല ഇവളിത് എന്ത് പറ്റി എന്നോട് പോലും പറയാതെ രാവിലെ നടക്കാൻ പോയത്? എന്താന്നറിയത്തില്ല, രണ്ടുപേരും കൂടെ പോയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാ, നീയും കൂടെ ഒന്ന് പോയി നോക്കാൻ പറയാണ്. അങ്ങനെ ആദർശം നടക്കാൻ പോവാണ്. ഈ സമയം ദേവേനിക്കും നയനിക്കും അറിയില്ലായിരുന്നു ആദർശ് വരും എന്നുള്ള കാര്യം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നടന്ന് കുറെ ദൂരം നടന്നു കഴിഞ്ഞ ശേഷം അവർ അവിടെ ഒന്ന് സംസാരിക്കുകയാണ്. വീട്ടിലെ വിശേഷങ്ങളും പണ്ടത്തെ ദേവേന്റെ കാര്യങ്ങളെല്ലാം ദേവേൻ ഇങ്ങനെ വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി അങ്ങനെ കൈ പിടിച്ച് കോർത്തങ്ങ് നടക്കുന്ന സമയത്താണ് ആദർശ് അതിലൂടെ വരുന്നുണ്ട്. ഒരു നിമിഷം നയന് പറഞ്ഞു, ഇതേ അമ്മേ ആദർശേട്ടൻ വരുന്നുണ്ടെന്ന് പറയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവേനും ഞെട്ടി. ദൈവമേ ഇനിയിപ്പോ എങ്ങോട്ട് ഓടി ഒളിക്കും? രണ്ടുപേരും കൂടെ ഒരുമിച്ച് നടക്കുവാന്ന് കണ്ട ആദർശന് സംശയങ്ങളൊക്കെ തോന്നും. പെട്ടെന്ന് നയന് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞടക്കാം. അമ്മ ഇങ്ങോട്ടേക്കും തിരിഞ്ഞടന്നു, അപ്പം പിന്നെ കുഴപ്പമില്ലോ. രണ്ടുപേരും രണ്ട് ദിക്കിലേക്ക് നടന്നാൽ പിന്നെ കുഴപ്പമില്ല, സംശയങ്ങളൊന്നും തോന്നാൻ വഴിയില്ല എന്ന് പറയാണ്. ശരിയാ എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നടക്കുവാണ്. പിന്നീട് നയനയാണെങ്കിൽ ആദർശേട്ടൻ വന്നാലും ചോദിക്കുവോ ഇനിയിപ്പോൾ കള്ളത്തരം പിടികൂടുവോ എന്നൊരു ടെൻഷനോട് കൂടിയിട്ട് അങ്ങോട്ട് നടക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. ഇനിയിപ്പോൾ ആദർശന് സംശയങ്ങളൊക്കെ ആവും. ആദർശന് പെട്ടെന്ന് സംശയം തോന്നുന്ന കൂട്ടത്തില എന്തേലും കാര്യം ഉണ്ടെങ്കിൽ അവൻ അതിന്റെ സത്യാവസ്ഥ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്.